ഇപ്പം നിങ്ങൾക്ക് കാശ് മുടക്കാതെ ഒരു ബിസിനസ് ചെയ്യുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ബിസിനസ് വിൽ ഫെയിൽ. 12th കഴിഞ്ഞു, ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് സാധാരണ ഡിഗ്രി വഴി പോകണ്ട. അതെന്റെ ഓപ്ഷൻ നമ്പർ 1. എന്റെ രണ്ടാമത്തെ ഓപ്ഷൻ, ഞാനൊരു സാധാരണ ഡിഗ്രിയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും വൈ ഡിഗ്രിയിൽ വന്നാൽ നടക്കുമോ? രണ്ടും പറ്റും. ഓക്കെ, നൗ ടെൽ മീ. We have students from 11-year-old തൊട്ട് 65 വയസ്സ് വരെയുള്ള ആൾക്കാരോട് വൈഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്ന സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്നത് ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല, ഇവർക്ക് ജെനുവൻലി ഇവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ഒരു സംഭവമാണ് ഇവരുടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡിജിറ്റൽ ബിസിനസ്സുകളിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാപിറ്റൽ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, ആദ്യം തന്നെ ഓഫീസ് വേണം, വലിയ ഇത് വേണം, അത് വേണം, അതെ ലോൺ വേണം, കാരണം കാശ് മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ദർ ഈസ് വൺ കൺസെപ്റ്റ് ഐ ബിലീവ് ഇൻ. ഇപ്പം നിങ്ങൾക്ക് കാശ് മുടക്കാതെ ഒരു ബിസിനസ് ചെയ്യുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ബിസിനസ് വിൽ ഫെയിൽ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ള ഏത് ബിസിനസ്സിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതാണെങ്കിലും ഐ നെവർ ഹാഡ് എ ഓഫീസ്. ഇപ്പം വൈ ഡിഗ്രിയുടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് 10 months കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഓഫീസ് എടുത്തത്. മണി ഫ്ലോ ഉണ്ടാക്കിയിട്ടേ ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അത് എൻ്റെ ഒരു കൺസെപ്റ്റ്. അത് അപ്പം ഡിജിറ്റൽ ബിസിനസ്സിൽ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഫൈനാൻസ് ഉണ്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. ബേസിക്കലി നമുക്ക് ബിസിനസ്സിൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ വിചാരം MBA പഠിച്ച ബിസിനസ്സുകാരായിരുന്നു. എത്ര പേരുണ്ട് MBA പഠിച്ചൊരു ബിസിനസ്സുകാരായ? ഞാൻ MBA പഠിച്ച ഒരാളല്ല.